ഈ അന്ന് സൈന്യൂട്ടിട്ടുള്ള കുറെ കോസ്റ്റ്യൂംസ് ഇപ്പൊ പിള്ളേർ ഇടുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ടീഷർട്സും അങ്ങനത്തെ റിലാക്സ്ഡ് ഫിറ്റ് പാൻസും ഇടുന്നത്. അന്ന് ഈ സൈനുവിന്റെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവം ഇങ്ങനെയൊക്കെ, കാരണം ഞാൻ ട്രിവാൻഡ്രത്താണ് വരുന്നത്, അപ്പോൾ ഇത് എനിക്ക് കുറച്ച് ഓവർ ആണോന്ന് തോന്നി. പക്ഷെ ഞാൻ ഫോട്ടോ വെച്ചാലും മട്ടാഞ്ചേരി ചെന്നപ്പോൾ അവിടെ 100-150 സൈനുവിനെ കാണാൻ സാധിച്ചു. കാരണം അത്രത്തോളം ഡയറക്ടർ അത് ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെ സൈനു ഇങ്ങനെ ആയിരിക്കണം ലുക്ക്, മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ കൂടെ അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഇന്ന് പലരും ഇട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം, അത് അവരുടേതാണ് കേട്ടോ. ഈ ചോട്ടാമുംബൈ അവസാനിപ്പിക്കുമ്പോൾ എന്താ ചന്ദ്രപ്പനും സൈനും മാത്രം പിടിക്കാത്തത്? ചോട്ടാമുംബൈ തുടങ്ങുമ്പോഴേ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, റണ്ണിങ് റേസ് അല്ലാന്ന് ആദ്യം പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രപ്പനും സൈനുവിനും പ്രത്യേകിച്ച് യാതൊരുവിധ ഒട്ടും ലക്ഷ്യങ്ങളില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം ബിജുക്കുട്ടൻ ചേട്ടൻ്റെ ക്യാരക്ടറിനും സുശീലിൻ്റെ ക്യാരക്ടറിനും അതുപോലെ തലയ്ക്ക് കുടുംബങ്ങളൊക്കെ കാണിക്കുന്നു, ഇന്ദ്രേട്ടൻ്റെ ക്യാരക്ടറിനും കുടുംബം കാണിക്കുന്നു. ഇവരെന്നിട്ട് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോഴത്തേന് വരുന്നത് ചന്ദ്രപ്പൻ്റെ സൈനുയുടെ അടുത്താണ്. ഈ സൈനു ഇവർ രണ്ടുപേരും എന്താ പറയുമ്പോൾ ഒരു പുറമ്പോക്കിൽ ഒരു മറ്റേ ഷീറ്റൊക്കെ വെച്ചിട്ട് ഒരു വീടിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ വാ, ഇവിടെ താമസിക്കാം, അത് അവരെ സ്ഥലം പോലും അല്ല, കണ്ടറിഞ്ഞൂടെ പൈപ്പ് ലൈനൊക്കെ പോകുന്ന. അപ്പം അത്രത്തോളം സീരിയസ്നെസ് അല്ല അവർക്ക് ജീവിതം. അപ്പം അവർ തലയെ ആരാധിച്ചു കൂടെ, ഇന്ന് തല നന്നാവും, ഓക്കെ തല നന്നായിരിക്കും, പക്ഷെ നമ്മളെ ഇപ്പോഴും നമുക്ക് സീരിയസ്നെസ് പറ്റില്ലെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്.